ഹായ്, നമുക്ക് കുറേ എൻക്വയറീസ് വന്നു. അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണത്. ചിലപ്പോൾ ലോങ് ആയിരിക്കും, നിങ്ങൾ കേൾക്കുക. ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് വേണം. അപ്പോൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, ഫണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്തെന്ന് പറയുമ്പോൾ സെക്ഷൻ ഞാൻ പറഞ്ഞു, പെർഫ്യൂം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ലേഡീസ് വെയർ ഉണ്ട്, നമ്മുടെ അടുത്ത് ജെൻസ് വെയർ ഉണ്ട്, ക്ലോത്ത് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എല്ലാം കൂടി അടങ്ങിയുള്ള ചെറിയൊരു മിനി ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് യൂണിറ്റ് വേറെ ഉണ്ട്, വെയർ ഹൗസ് വേറെ ഉണ്ട്. പെർഫ്യൂം വരുന്നത് തിരൂരാണ് നമ്മൾ വെയർ ഹൗസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡിസ്പാച്ചും കാര്യങ്ങളും ഓൺലൈൻ വർക്കും കാര്യങ്ങളും, ഒരു സിംഗിൾ പുതിയ ഡിസൈൻസ് ഒക്കെ ഡെയിലി വരുന്ന ഡിസൈൻസ് ഇവിടെ ചെയ്തിട്ട് പിന്നെ യൂണിറ്റ് പോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഡിസ്പാച്ചും ഒക്കെ ഇവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ആകത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെർഫ്യൂം ഉണ്ട്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ ഗാഡ്ജറ്റ്സ് ഉണ്ട്, പിന്നെ ലേഡീസ് വെയറും ജെൻസ് വെയറൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് കസ്റ്റമറും എൻ്റെ മെഡയിലായിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ അതിലുള്ളവരൊക്കെ ഇതേപോലെ തന്നെ വെബ്സൈറ്റിൽ ത്രൂ ആയിട്ട് സെല്ല് ചെയ്യുന്നവർ മാത്രം കേട്ടോ അതുള്ളത്. അവർ മാനുവലി പേയ്മെൻറ്റ് മേടിച്ചിട്ട് സെയിലാക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ പോലെ തന്നെ വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു വാട്സപ്പ് ബിസിനസ്സാണ്. ഒരു പുതിയ സിം എടുക്കുക, വാട്സപ്പ് റെഡിയാക്കുക. അപ്പം നിങ്ങൾക്ക് പറ്റുന്നൊരു കാറ്റഗറി ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാറ്റഗറി ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ ലേഡീസിലേക്ക് സെക്ഷൻ വരുമ്പോൾ നമ്മൾ പുതുതായിട്ട് ഇന്നർ വെയേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കൊറിയൻ ജ്വല്ലേഴ്സ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ നമുക്കിപ്പോൾ സർവീസസ് എന്ന് പറയുമ്പോൾ ലേഡീസിൽ നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ത്രെഡ് എംബ്രോയിഡറി ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രിന്റിലേക്ക് ഫാബ്രിക് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്കും നമ്മളത് അവൈലബിൾ ആണ്. നമ്മളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഴ്സ് ചെയ്യാൻ പറ്റും. ഈ സോഴ്സ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ ഫോട്ടോ അയച്ചു തരും, ഇന്ന് ചെയ്യാൻ പറ്റുമോ. നമ്മൾ ഓൾമോസ്റ്റ് 90% സാധനം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നമ്മളടുത്ത് അത്രയും കോൺടാക്റ്റുകൾ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ആ കോൺടാക്റ്റ് തന്നെ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യ മാർട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് വിശ്വാസം അറിയില്ല, ക്വാളിറ്റി അറിയില്ല. അപ്പം നമ്മൾ ഏകദേശം ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ തന്നെ ഏതാണ് ബെസ്റ്റ് മാനുഫാക്ചർ എന്നൊക്കെ നമ്മൾ പല ബ്രാൻഡുകൾ എടുത്തുനിന്നും സാമ്പിളുകളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളിവിടെ എക്സാക്ട്ലി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ, അതായത് ക്യാമറ മുമ്പിൽ സംസാരിക്കാൻ താല്പര്യമുണ്ട്, മീഷോ ഫൈൻസ് എന്ന് പറഞ്ഞ കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുക. മീഷോയിൽ ഒരു പ്രൊഡക്റ്റ് 150 ആണെങ്കിൽ നമ്മളത് കസ്റ്റമർ കൊടുക്കാൻ പോകുന്നത് 130-ന് 140-നാണ്. മീഷോനെക്കാട്ടി പ്രൈസ് കുറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് ഡയറക്റ്റ് ഹോൾസെയിലറായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കും. അപ്പം അങ്ങനെയാണ് ഈ ഗാഡ്ജറ്റും ആക്സസറീസും. ഇനിയിപ്പോൾ ലേഡീസ് വെയറിൻ്റെ ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ കൊടുക്കുന്നത് 299 ആണ്. ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കോഡ് സെറ്റ് ആണ്. കോഡ് സെറ്റ് വരുമ്പോൾ അത് 599 വരുന്നുണ്ട്. നമ്മുടെ പേജിലൊക്കെ അത് അവൈലബിൾ ആണ്. പേജിൽ പ്രൈസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫാബ്രിക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളിപ്പം ഇപ്പോൾ ഇന്ന് കസ്റ്റം ചെയ്ത ഒരു വെയറാണ്. ഇതൊരു റീസെല്ലർ നമ്മൾ ചെയ്തൊരു ഡിസൈനാണ്. ഇതിലിപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു കപ്പിൾ മോഡലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടും കൂടി ചെയ്ത് കൊടുത്ത് ഏകദേശം ഇതിൻ്റെ താഴായിട്ട് നമ്മൾ റീസെല്ലറിന് കൊടുത്തിട്ടുള്ളൂ. അവർ ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറുടെ അടുത്തുനിന്ന് ഓർഡർ എടുക്കുക. അപ്പോൾ ഓർഡർ എങ്ങനെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒരു ഭാഗത്ത് ഡെവലപ്പ് ആവാൻ ശ്രമിക്കുക. എങ്ങനെ? നിങ്ങളൊരു പേജ് തുടങ്ങുക. ആ പേജിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പേജിൽ ലിസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? എൻക്വയറീസ് വരുത്തി തരും. അതാണ് മെറ്റ ആഡ് ത്രൂ നമ്മൾ പരസ്യം ചെയ്തിട്ട് ആഡ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി വരും. ആ എൻക്വയറി വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? കസ്റ്റമറാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കാണിച്ചത് അതിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ്. നമ്മൾ മാനുവലി പേയ്മെൻറ്റ് മേടിക്കും. അപ്പം നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞതിന് അപ്പുറത്തെ കാര്യം നിങ്ങൾ ഡയറക്റ്റ് വരിക. നിങ്ങൾ ഡയറക്റ്റ് വന്ന് സംസാരിക്കാം. അതിനൊരു ഡേ ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം. ആ ദിവസം നിങ്ങൾ വരണം. ലൊക്കേഷൻ അറിയാലോ, മലപ്പുറം തിരുവരങ്ങാടിയാണ്. ഇനി മലപ്പുറം തിരുവരങ്ങാടി വരാൻ പറ്റാത്ത ആൾക്കാർ നമ്മളൊരു എറണാകുളം നമ്മളൊരു സിറ്റിംഗ് വെക്കാം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ മെൻഷൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ് എറണാകുളം ഭാഗത്ത് വെക്കാനും. നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത് മെയിൻലി എറണാകുളം നമ്മൾ ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സും ക്ലിനിക്സിലൊക്കെ ആയിട്ടൊക്കെ. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് വേണമെങ്കിൽ അതും നടത്താം. തിരുവനന്തപുരം ടു എറണാകുളം വരെയുള്ളവർ എറണാകുളം വരിക. നമ്മളെ മലബാർ ഏരിയയിലുള്ളവർ മലപ്പുറം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഡയറക്റ്റ് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഫേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഓപ്പണാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ മറച്ചു വെക്കാനൊന്നുമില്ല. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അൺപെയ്ഡ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ. അത് ശരിക്കും മാനുവലി സംഭവമാണ്. അതായത് ഒരു ഓർഡർ വരുന്നു, വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഒരു ഓർഡർ വരുന്നു. ആ വെബ്സൈറ്റിൽ ഓർഡർ വന്നത് നിങ്ങളെ മെയിലിലേക്ക് വരും. അതുപോലെ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് തന്നെ ലോഗിൻ ചെയ്ത് നോക്കാം ഓർഡർ ഇത്ര വന്നു എന്നുള്ളത്. ഈ ഓർഡർ എന്താവണം? ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത് അയാൾ പർച്ചേസ് ചെയ്തെങ്കിൽ അത് നിങ്ങളെ ഓർഡർ കംപ്ലീറ്റഡ് ആയി.
അപ്പോൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ അത് വേറെ തന്നെ കാണിക്കും. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് മാനുവലിയാണ്. നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാനുവൽ അയച്ചെടുക്കും. അത് വെബ്സൈറ്റിൽ അങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് അൺപെയ്ഡ് എന്നുള്ള പോകും. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക. ഇവിടെ നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ പൈസ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ പൈസ മേടിക്കില്ല. ഇനി കമ്മീഷൻ കൊടുക്കുമ്പോൾ 10% മുതൽ 20% വരെയാണ് നെറ്റ് എമൗണ്ട് ഒന്ന്. നെറ്റ് എമൗണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു 1000 റുപ്യാണ് ഒരു പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% വരെ 100 റുപ്യായി. ആ 1000 റുപ്യൻ്റെ സാധനം നമുക്ക് എക്സ്പെൻസ് 600-700 വരുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു 100 റുപ്യ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു 30% നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം 1-2 ഓർഡർ എടുത്താൽ, ഒരു ഓർഡർ എടുത്താൽ തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആഡിൻ്റെ എമൗണ്ട് അവിടെ ബാലൻസ്ഡ് ആവും. ഇതൊരു വിജയിച്ചൊരു പ്രോഗ്രസ് ആണ്. ഇത് ഞാൻ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നതല്ല. വിജയിച്ചൊരു പ്രോഗ്രസ് ആയതുകൊണ്ട് നിങ്ങൾ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കും.